ഹായ് ഓൾ, എല്ലാവർക്കും ഫിലിം ഫാൻസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓണർ റിലീസിലെ ആദ്യത്തെ റിലീസ്, മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം, നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായ AR അജയന്റെ രണ്ടാം മോഷണം. പടത്തെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗംഭീരം. മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള ടോപ്പ് നോച്ച് മേക്കിംഗ്. അത് തന്നെയാണ് AR അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഒരു നവാഗത സംവിധായകന്റെ ക്രാഫ്റ്റ് അല്ല AR എന്ന പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള മേക്കിംഗ്. സ്ക്രീൻ പ്ലേ, സുജിത് നമ്പ്യാന്റെ ഗംഭീര സ്ക്രീൻ പ്ലേ എന്ന് പറയാം. ഒരു തുടക്കക്കാരുടെ യാതൊരുവിധ പാളിച്ചകളോ ഒന്നും തന്നെ ഈ ക്രാഫ്റ്റിൽ കാണാനില്ല. ഗംഭീര പടം. മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഒരു ഗംഭീര മേക്കിംഗ് എന്ന് തന്നെയാണ് ഇതിനെ പറയാം. പടത്തിന്റെ എല്ലാ ഏരിയയും നോക്കിക്കഴിഞ്ഞാലും ഗംഭീര ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. VFX ആയാലും ആർട്ട് വർക്ക് ആയാലും സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പെർഫോമൻസ് വൈസ് ആയാലും വളരെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. നായകനായിട്ടുള്ള ടൊവിനോ തോമസിന്റെ 3 കാലഘട്ടത്തിന്റെ കഥയാണ്. കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ എന്നീ 3 ക്യാരക്ടറും 3 തരത്തിൽ ഗംഭീരമായ രീതിയിൽ തന്നെ ടൊവിനോ തോമസ് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മണിയൻ എന്ന ക്യാരക്ടർ പടത്തിന് ഏത് ടൈമിലും വന്ന് സ്കോർ ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മണിയൻ എന്നൊരു ഗംഭീര ക്യാരക്ടർ. ടൊവിനോയുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് ക്യാരക്ടർ, ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് അജയന്റെ രണ്ടാം മോഷണത്തിൽ ടൊവിനോന്റെ പെർഫോമൻസ്. കൂടാതെ പല ഗംഭീര ആർട്ടിസ്റ്റുകളും നമ്മളുടെ പടത്തിലുണ്ട്. എടുത്തു പറയേണ്ടത് സുരഭി ടൊവിനോയുടെ പേരായിട്ടും വരുന്നുണ്ട്. ഒരു ക്യാരക്ടറിന്റെ, നമ്മുടെ പ്രസന്റ് ക്യാരക്ടറിന്റെ മുത്തശ്ശിയായിട്ട് അഭിനയിക്കുന്ന 2 ക്യാരക്ടറും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ കൃതി ഷെട്ടി നമ്മളുടെ തെലുങ്കിൽ നിന്ന് അഭിനയിച്ച അത്യാവശ്യം നല്ല ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിൽ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ബേസിൽ അജു വർഗീസ് വന്നു പോകുന്ന ഒരു പോലീസ് ഓഫീസർ വേഷമാണ്. കുറച്ച് സീനിലുള്ളൂവെങ്കിലും വന്ന സീനിലെല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ സീനിയർ ആക്ടർ രോഹിണി, അങ്ങനെ ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ പരിചയമായ ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഇതിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പടത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കോറിയോഗ്രഫി തന്നെയാണ്. ഫൈറ്റ് ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഗംഭീര കോറിയോഗ്രഫി, ഫൈറ്റ് കോറിയോഗ്രഫി, കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഫൈറ്റ്, ഗംഭീരം. ടൊവിനോന്റെ ഫൈറ്റ് നമ്മൾ മുന്നേ തല്ലുമാലയിലെ കണ്ടിട്ടുള്ളതാണ്. ഫൈറ്റ് ഗംഭീരമായിട്ട് തന്നെ ഒരുപാട് എഫേർട്ട് 3 ക്യാരക്ടറിനും ടൊവിനോയുടെ എഫേർട്ട് പടത്തിന്റെ ഔട്ട്പുട്ടിൽ കാണാനുണ്ട്. പിന്നെ സിനിമോറ്റോഗ്രഫി ഗംഭീരം. ആ ഒരു ഗ്രാമ പശ്ചാത്തലവും ആക്ഷൻസും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർക്ക് ഒരു ഗംഭീര സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏതു മേഖലയിൽ എടുത്താലും അജയന്റെ രണ്ടാം മോഷണം പ്രേക്ഷകനെ ഒരു തരത്തിലും നിരാശപ്പെടുത്തില്ല. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ പോയി തന്നെ കാണുക. നിങ്ങൾ പറ്റുമെങ്കിൽ 3D ഉള്ള തിയേറ്ററിൽ പോയി തന്നെ കാണുക. 3D ഗംഭീര 3D എഫക്റ്റ് ആണ്. ഒരു മലയാളി പ്രേക്ഷകന് ഇതുവരെ കിട്ടിയുള്ള ഏറ്റവും നല്ലൊരു 3D എക്സ്പീരിയൻസ് അത് അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഫിലിം ഫാൻസ് മീഡിയ ഗ്യാരണ്ടി ചെയ്യുന്നു. ഗംഭീര പടം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. മറ്റു ഓണർ റിലീസുകളുടെ റിവ്യൂ വൈകാതെ വരുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.